ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി തീയൽ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. തീയൽ രണ്ട് തരം ഉണ്ട് കേട്ടോ. ഒന്ന് പച്ച തീയലും മറ്റത് വറുത്തരച്ച തീയലും. ഇന്നിവിടെ ഞാൻ കാണിക്കാൻ പോകുന്നത് വറുത്തരച്ച തീയലാണ്, അതായത് പൊട്ടറ്റോ തീയൽ. ഹായ് എവരി വൺ, ഐ എം സീന. വെൽക്കം ടു മൈ ചാനൽ. നല്ലൊരു തീയൽ ഉണ്ടാക്കാനുള്ള പല ടിപ്സും ഞാൻ ഈ വീഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണേ. ഞാനിവിടെ 2 വലിയ സൈസുള്ള പൊട്ടറ്റോ ആണ് എടുത്തിരിക്കുന്നത്. ഇന്ന് ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസും സ്പ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. പൊട്ടറ്റോ തീയൽ ഉണ്ടാക്കാനായിട്ട് പൊട്ടറ്റോ ക്യൂബ്സായി അരിഞ്ഞ് വേകാൻ പാകത്തിൽ വെള്ളവും ഉപ്പും 2 മീഡിയം സൈസുള്ള സവാളയും ചേർത്ത്, നിങ്ങൾക്ക് ചെറിയ ഉള്ളിയും ചേർക്കാം കേട്ടോ, ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. ഞാൻ ഇതിൻ്റെ കൂടെ വേറെ മസാല പൊടികളൊന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർക്കാവുന്നതാണ്. ഇതിൻ്റെ തീയലിന് മസാല പൊടിയുടെ കൂടെയാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏതാണ് താല്പര്യം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യുക. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി 1 കപ്പ് ചൂടുവെള്ളത്തിൽ കുതിർക്കാനായിട്ട് ഇട്ട് മാറ്റി വെക്കണം. ഞാനിവിടെ റെഡിമെയ്ഡ് ടാമറിൻ പേസ്റ്റാണ് എടുത്തിരിക്കുന്നത്. പൊട്ടറ്റോ വേകുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. ഞാനിവിടെ 2 കപ്പ് ചിരകിയ തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരു ടിപ്പ് പറയാം. തേങ്ങ ഒരുപോലെ എല്ലായിടത്തും യൂണിഫോമായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടാനായിട്ട് തിരുമിയ തേങ്ങ മിക്സിയുടെ ജാറിൽ ഒന്ന് എടുക്കുകയാണെങ്കിൽ തേങ്ങ ഫ്രൈ ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വലിയ കഷ്ണങ്ങളായിട്ട് കിടക്കാതെ എല്ലാം ഒരുപോലെ ഗോൾഡൻ ബ്രൗൺ ആയിട്ട് കിട്ടും. തേങ്ങ വറുക്കുമ്പോൾ ഫ്ലെയിം കൂട്ടി വെച്ച് വറക്കാതിരിക്കുക. തീ കൂട്ടിയിട്ട് ഇത് ഫ്രൈ ചെയ്യുമ്പോൾ തേങ്ങയുടെ കളർ മാറുന്നതല്ലാതെ വറുത്ത തേങ്ങയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കറുപ്പ് കൂടിയ ബ്രൗൺ കളർ ആകണം തേങ്ങയ്ക്ക്, അതാണ് വറവിൻ്റെ പാകം. നിങ്ങൾക്ക് ഇത്രയും കളർ വേണമെങ്കിൽ ചെറിയ ബ്രൗൺ കളറിൽ വേണ്ടെങ്കിൽ ചെറിയ ബ്രൗൺ കളറിലും ചെയ്യാൻ പറ്റും. തേങ്ങയിലേക്ക് 4-5 ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ചേർത്താണ് ഞാൻ വറുത്തെടുത്തിരിക്കുന്നത്. ബ്രൗൺ കളർ ആകുന്നവരെ വറുത്തെടുക്കുന്നത്, കഴുകിടാതെ വറുക്കുന്നത്. കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. വറുത്തെടുക്കാനായിട്ട് തേങ്ങ തീരാറാകുമ്പോൾ 1 സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നത് നല്ലതാണ്. തീയിൽ നല്ല വാസനയായിട്ട് ഉപയോഗിക്കും. നിർബന്ധമില്ല കേട്ടോ. നിങ്ങൾക്ക് മസാലപ്പൊടികൾ 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ അതുപോലെ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് ചേർത്ത് തിളപ്പിച്ചെടുക്കണം. ഇതിനിടയ്ക്ക് നമുക്ക് പുളി ഒന്ന് പിഴിഞ്ഞ് അരച്ചിട്ട് വെക്കണം. പൊട്ടറ്റോ കുക്കറിൽ നോക്കിയിട്ട് കിട്ടുമെങ്കിൽ അതിൻ്റെ കൂടെ ഈ അരപ്പ് ഇതിൻ്റെ കൂടെ ചേർക്കാം. അതിൻ്റെ കൂടെ പുളിവെള്ളം കൂടി ചേർക്കണം. ഞാൻ ടാമറിൻ പേസ്റ്റാണ് ഇട്ടേക്കുന്നത്, റെഡിമെയ്ഡാണ്. അതൊന്ന് ആ അരപ്പിൽ തന്നെ ഞാനൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി ഒരു ടിപ്പ് പറയാം. ഒരിക്കലും പുളി വെജിറ്റബിൾസ്, അതായത് പൊട്ടറ്റോയുടെ കൂടെ ചേർക്കരുത്. കാരണം പുളി നേരത്തെ ചേർത്താൽ വെജിറ്റബിൾ കുക്കായി വരും. ടിപ്പാണ്. പുളി നിങ്ങൾക്ക് എത്രയാണ് ചേർക്കുന്നത് അതിനനുസരിച്ച് ചേർക്കാം. പുളി പിഴിഞ്ഞ് എടുത്തിട്ട് അരച്ചെടുക്കാൻ തുടങ്ങുന്നത്. ഇതിൻ്റെ കഷ്ണം എണ്ണയിൽ വരെ ഇതിലേക്ക് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഇതിന് കുറച്ച് പുളിയും കൂടുതൽ വേണമെങ്കിൽ നമുക്ക് മിക്സി കഴുകി ആദ്യം ചേർക്കാം. പിന്നെ നമുക്ക് ഇതിനകത്തോട്ടാണ് ചോദിക്കുന്നത്. അരക്ക് പാത്രം വെച്ച് കടുക് പൊട്ടിച്ച് ചെറിയ ഉള്ളി മൂത്ത് വരുന്നത് വരെ ഒന്ന് വേപ്പിച്ചിട്ട് അതിലേക്ക് 2 പച്ചമുളക് പൊടിച്ചതും അതിൻ്റെ കൂടെ കരിവേപ്പിലയും ചേർത്ത് നമുക്ക് ഇതൊന്ന് ചിക്കൻ ചെയ്തെടുക്കണം. അതുപോലെ എല്ലാം ബാലൻസ് ആകാനായിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ശർക്കരയോ 1 ടീസ്പൂൺ പഞ്ചസാരയോ ചേർക്കാവുന്നതാണ്. ഞാനതിവിടെ ചേർത്തിട്ടുണ്ട്. അരപ്പും പുളിയൊക്കെ ചേർത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ തിളച്ച് കഴിയുമ്പോൾ ഇതിൽ നിന്നും നല്ല ഉപ്പൊക്കെ തെളിഞ്ഞ് വരണം. അതാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിമിൽ വെക്കണം. നമുക്ക് ഇത് അരച്ച് കുറച്ച് വെള്ളം കിടക്കും. ഈ സീസൺ ചെയ്ത് പിന്നെ താളിച്ച സ്നാക്കും കറപ്പിലേക്ക് ചേർത്ത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യുക. എൻ്റെ കുട്ടികൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും എല്ലാം ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് വരുന്ന അത്യാവശ്യം അതിൻ്റെ വെറൈറ്റി റെസിപ്പീസും എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.
എൻ്റെ വീഡിയോ എവിടെ നിന്നാണ് കാണുന്നതെന്ന് വെച്ചാൽ എന്നെ ഒന്ന് അറിയിക്കണേ, ഏത് സ്ഥലത്തു നിന്നാണ് കാണുന്നതെന്ന് വെച്ചാൽ. അടുത്ത റെസിപ്പി ഞാൻ ഇടാൻ പോകുന്നൊരു മുട്ട എഗ്ഗ് കുക്കറിലെ എഗ്ഗ് റോസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. പൊട്ടറ്റോ തീയൽ റെഡി ആയിട്ടുണ്ട്. സീന സൈനിങ് ഓഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്. See you in the next video. Bye bye.